റസ്മിൻ ഭായ്, ജാസ്മിൻ, ഗബ്രി അവര് ഒരു കോംബോ തന്നെയാണ്. അവർ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. രണ്ടുപേരുടെ നടുക്കുള്ള ഒരു മീഡിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത്തവണ ബിഗ് ബോസ് സീസണിൽ നമുക്കറിയാലോ എല്ലാവർക്കും ഒരു മാറ്റിപ്പിടിക്കൽ സംഭവമുണ്ട്. 3 റൂം, അതിൽ 3 റൂം ചെറുത്, 4ാമത്തെ റൂം പവർ റൂമിൽ ആൾക്കാർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. ദേ ഹാവ് സെപ്പറേറ്റ് ബാൻഡ് ആൻഡ് ഓൾ. സോ ഇത്തവണ ഇങ്ങനെ ബിഗ് ബോസ് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, റൂള് തെറ്റിച്ചു എന്നുള്ളത്. അപ്പം റൂള് തെറ്റിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ഫ്രണ്ട്ഷിപ്പാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും അവിടെ ഒരിക്കലും വർക്ക്ഔട്ട് ആവത്തില്ല. കാരണം നമ്മൾ എത്ര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണെങ്കിലും എന്താണെങ്കിലും ബിഗ് ബോസിന്റെ റൂളിന് അപ്പുറത്തേക്ക് പോകത്തില്ല. കാരണം പുറത്തെ ആളുകൾ പലതും പറയുന്നുണ്ടാവും. നിങ്ങൾ പ്രേക്ഷകർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എഡിറ്റഡ് വേർഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഈവൻ ലൈവ് ആണെങ്കിൽ പോലും എഡിറ്റിട്ടാണ്. ഓക്കെ, അപ്പോൾ ചക്ക എന്ന് പറഞ്ഞിട്ട് മാങ്ങാന്ന് കേട്ടിട്ട് കൊക്കെന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരോടും കൂടിയാണ് പറയണത്. നിങ്ങൾ കാണുന്നതിൽ കുറച്ച് എഡിറ്റഡ് പോർഷൻസ് ഉണ്ട്. സോ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസ്മിൻ ഭായിക്ക് അടാറ് പണി കിട്ടി, പണിഷ് ചെയ്യാൻ പറഞ്ഞു ബിഗ് ബോസ്. കാരണം ഇവർ രണ്ടുപേരും അകത്തിരുന്ന് സംസാരിക്കുന്ന നേരം കൊണ്ട് ഫ്രണ്ട്സ് വിഷമിച്ചിരിക്കണം കണ്ടു കഴിയുമ്പോൾ റസ്മിൻ ഭായി കയറാനായിട്ടുള്ള ശ്രമം നടത്തി കയറി. അപ്പോൾ അത് കയറിയ സമയത്ത് അറ്റ്ലീസ്റ്റ് ഗബ്രിക്കും ജാസ്മിനെങ്കിലും പറയാമായിരുന്നല്ലോ കയറാൻ പാടില്ല, ഇത് പവർ റൂം ആണെന്നുള്ള. അവരെന്താണ് മിണ്ടാണ്ടിരുന്നത്? അത് മാത്രമല്ല, അത് കയറിയ സമയത്ത് നോർമലി ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് അനൗൺസും വന്നില്ല. കാരണം നമുക്ക് മുഖ്യം കണ്ടന്റ് ആണല്ലോ. സോ അങ്ങനെ കയറി കഴിഞ്ഞിട്ട് അത് പ്രശ്നമായതിനു ശേഷം പവർ ടീമിനോട് തന്നെ ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ജാനും മറ്റേ ശ്രീരേഖ ചേച്ചിക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും യമുനാറാണിയും ജാസ്മിൻ എല്ലാവരും കൂടി തീരുമാനമാക്കിയിട്ട് ആദ്യം ഒരാഴ്ചത്തെ ഫ്ലോർ ക്ലീനിങ് ഒറ്റയ്ക്ക് നടപടിയാണ് കാര്യമില്ല കേട്ടോ, അവിടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ജാസ്മിൻ സംസാരിച്ചത് 2 days ആക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഗബ്രിയും ജാസ്മിനും നമ്മുടെ റസ്മിൻ ഭായും കൂടി ഒരു ത്രികോണ സംഭവം നടക്കുന്നുണ്ട്. ദേ ആർ സപ്പോർട്ടിങ് ഈച്ച് അതർ. എത്ര നാളത്തേക്കാന്ന് അറിയില്ല, കപ്പ് ഒരാൾക്കേ ഉള്ളൂ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സപ്പോർട്ട് ചെയ്താലും എന്ത് ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ മേ ബി കുത്തി പറയേണ്ട വരും, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ജാസ്മിന് കപ്പ് കിട്ടി, അല്ലെങ്കിൽ ഗബ്രിക്ക് കപ്പ് കിട്ടി, അല്ലെങ്കിൽ റസ്മിൻ ഭായിക്ക് കപ്പ് കിട്ടിയെന്ന് തന്നെ വെച്ചോ, 3ആക്കി ഡിവൈഡ് ചെയ്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ജാസ്മിന് കൊടുത്തു, ജാസ്മിന് വേണ്ട ഗബ്രിക്ക് കൊടുത്തു, അങ്ങനെയൊന്നും ആരും പറയാൻ പോകില്ല. എൻഡ് ഓഫ് ദി ഡേ കപ്പ് തന്നെയാണ് ഉദ്ദേശം. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂള് തെറ്റിച്ചതിന്റെ ഭാഗമായിട്ട് റസ്മിൻ ഭായിക്ക് 2 ദിവസത്തേക്കുള്ള ഫ്ലോർ ക്ലീനിങ് കിട്ടി. അത് ഡിസേർവ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ഫൈനൽ ഡിസിഷനാണ്. ബിഗ് ബോസ് എന്ത് പറയുന്നു അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു സംഭവങ്ങളില്ല. അത് എന്ത് ബേസിലാണെങ്കിലും പിന്നെ അത്രയ്ക്ക് ബിഗ് ബോസിന് തോന്നണം ഇതാരി എന്നാൽ പോലും വാണിംഗ് തരുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സോ അങ്ങനെ ആദ്യമായിട്ട് പവർ റൂം കൺസെപ്റ്റ് കൊണ്ടുവന്ന് പവർ റൂമിലേക്ക് കയറിയതിനെ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് കണ്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. മേ ബി തിരക്കും എന്തുകൊണ്ടായിരിക്കും. പക്ഷേ റസ്മിൻ ഭായിക്ക് പണിഷ്മെന്റ് കിട്ടുന്ന അറിയാൻ പാടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയതെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ള അവസ്ഥയിൽ 2 ദിവസം ഫ്ലോർ ക്ലീനിങ്ങുമായി റസ്മിൻ ഭായ്.